ഹായ് ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും സുഖമല്ലേ? ഇമോർട്ടൽസ് ഓഫ് മെലൂഹിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ ശിവനും സംഘവും വിദേശികളുടെ കൂടെ മെലൂഹിയിലേക്ക് പോവാനുള്ള തീരുമാനം എടുത്തതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ച കാണാം. ശിവനും സംഘവും മെലൂഹന്മാരുടെ കൂടെ യാത്ര ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് 5 ദിവസമായി. അവർ വഴിയിൽ ഒരു താഴ്വാരത്തിൻ്റെ ഇടുക്കിലാണ് തമ്പടിച്ചിരിക്കുന്നത്. അത് അമിഷ് വിവരിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ 3 വൃത്തങ്ങളായിട്ടാണ് തമ്പടിച്ചിട്ടുള്ളത്. ഏറ്റവും പുറകിലുള്ള വൃത്തത്തിൽ യാക്കുകൾ അല്ലെങ്കിൽ കാളകളെ പാർപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും അതിക്രമണം ഉണ്ടായിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവർക്ക് മുന്നറിയിപ്പ് നൽകാൻ എന്നുള്ള രീതിയിലാണ് അവരെ പാർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത വൃത്തത്തിലായിട്ട് ഈ പ്രതിരോധിക്കാനുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ വീരന്മാർ താമസിക്കുന്നു. ഏറ്റവും അകത്തെ വൃത്തത്തിലായിട്ടാണ് ഈ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും പാർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ രസകരമായൊരു രീതിയിൽ, വളരെ തന്ത്രപരമായ രീതിയിലാണ് ശിവൻ ആ തമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സജ്ജീകരണത്തിനു കാരണം പ്രകൃതികളുടെ നേതാവായ യാക്യയ്ക്ക് ശിവനും സംഘവും അവരുടെ സ്ഥലം വിട്ടുകൊടുത്തു എന്നുള്ളതിനേക്കാൾ പ്രകൃതികൾക്കു വേണ്ടി യാക്യ ശിവനെയും സംഘത്തെയും തോൽപ്പിച്ച് അത് കൈയടക്കി ഒരു ഇതിഹാസ നായകനായി വാഴ്ത്തപ്പെടണം എന്നുള്ളതാണ് യാക്യയുടെ എക്കാലത്തെയും വലിയ സ്വപ്നം. പ്രകൃതികളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഇതുപോലെ വിചിത്രമായവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നീചമായ അവസ്ഥ നേരിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ശിവൻ. ഒരു അതിക്രമണം ഉണ്ടാവുമെന്നു തന്നെ അവൻ പ്രതീക്ഷിച്ചു. സമയത്തിൻ്റെ കാര്യം മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം അല്പം അകലെ ജാഗ്രതായി ഇരിക്കുന്ന നന്ദിയുടെ നേരെ തിരിഞ്ഞു. രണ്ടാം വൃത്തത്തിനു ചുറ്റുമായി ഒരു അർദ്ധവൃത്തം തീർത്ത് 25 മെലൂഹൻ സൈനികർ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ എന്തിനാണ് കുടിയേറ്റത്തിനായി ഗുണഗോത്രത്തെ തന്നെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് പ്രകൃതികളെ തിരഞ്ഞെടുത്തില്ല? അകലെ ഒരു നിഴലനങ്ങുന്നത് കണ്ടപ്പോഴാണ് ശിവന്റെ ആലോചന മുറിഞ്ഞത്. അതെ, ശിവൻ പ്രതീക്ഷിച്ച പോലെ പ്രകൃതികൾ അതിക്രമിച്ചു കയറിയിരിക്കുന്നു. ആയുധമെടുക്കൂ, ശിവൻ അലറി. 50 പ്രകൃതികൾ ആക്രമിച്ചു കയറിയപ്പോഴേക്കും ഗുണന്മാരും മെലൂഹന്മാരും ആയുധങ്ങളുമായി അവരവരുടെ സ്ഥാനങ്ങളിൽ എത്തി. വെപ്രാളപ്പെട്ടു നിൽക്കുന്ന മൃഗങ്ങൾ തീർത്ത മതിലിൽ ചെന്ന് ഇടിച്ചതോടെ ഒന്നും ആലോചിക്കാതെയുള്ള അവരുടെ മൂഢപ്രവൃത്തി അവർക്ക് തന്നെ വിനയായി. ആക്രമിക്കാൻ അവസരം കിട്ടുന്നതിന് മുൻപ് തന്നെ യാക്കുകൾ അവരെ ചവിട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചു. എന്നിരുന്നാലും ചില ഭടന്മാർ അവർക്കിടയിലൂടെ കടന്നുകയറി. തുടക്കക്കാരനെന്ന് തോന്നിക്കുന്ന ഒരു യുവപ്രകൃതി വന്യമായി വാൾ ചുഴറ്റിക്കൊണ്ട് ശിവനു നേർക്ക് കുതിച്ചു. ശിവൻ ആ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ശേഷം തൻ്റെ വാൾ ആ യുവപ്രകൃതിയുടെ നെഞ്ചിൽ കുത്തിയിറക്കി അവനെ സാവധാനം മരണത്തിലേക്ക് വിട്ടുകൊടുത്തു. അതേസമയം തന്നെ ശിവനെപ്പോലെ ആ കലയിൽ വിദഗ്ധനായ ഭദ്രൻ ഇരുകൈയിലും വാളേന്തി 2 പ്രകൃതികളോട് ഒരേ സമയം പോരടിക്കുകയായിരുന്നു. തൻ്റെ ഇടതുവശത്തുണ്ടായിരുന്ന പ്രകൃതിയുടെ കഴുത്തിൽ അയാൾ ആഞ്ഞു വെട്ടി അയാളെ സാവധാനം മരിക്കാൻ വിട്ടു. അതേസമയം വലതുവശത്തുണ്ടായിരുന്ന ശത്രുവിൻ്റെ മുഖത്തിലേക്ക് വെട്ടി അവൻ്റെ കണ്ണിനെ പുറത്ത് ചാടിച്ചു. ശേഷം അയാൾ താഴെ വീണതും അയാൾക്കു നേരെയും വാൾ വീശി അയാളെയും ദയനീയമായി മരണത്തിലേക്ക് വിട്ടുകൊടുത്തു. അതിക്രൂരമായിട്ടായിരുന്നു ഗുണന്മാർ യുദ്ധം ചെയ്തിരുന്നത്. അവർക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അവർ യുദ്ധം ജയിക്കാനായി അവരെ ദയനീയമായി കൊന്നുകളയുകയായിരുന്നു. അതേസമയം മെലൂഹൻ ഭടന്മാരുടെ യുദ്ധമുറ വളരെ വ്യത്യസ്തമായിരുന്നു. അസാമാന്യമായ വിധം മികച്ച പരിശീലനം ലഭിച്ച ഭടന്മാരായിരുന്നു അവർ. എന്നാൽ ഒട്ടും നീചന്മാരായിരുന്നില്ല. യുദ്ധനിയമങ്ങൾ അനുസരിച്ച് പട പൊരുതിയിരുന്ന അവർ കഴിയാവുന്നിടത്തോളം ആൾനാശം ഒഴിവാക്കി. മോശ നേതൃത്വവും എണ്ണത്തിലുള്ള കുറവും കാരണം പ്രകൃതികൾ പെട്ടെന്ന് തന്നെ യുദ്ധത്തിൽ കീഴടങ്ങി. അതിൽ പകുതിയോളം പേരും മരണപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവർ ജീവന് വേണ്ടി യാചിച്ചു. അതിൽ യാക്കിയും ഉണ്ടായിരുന്നു. പ്രകൃതികളുടെ സേനാമേധാവിയുടെ പിന്നിൽ അയാളെ വെട്ടാനായി വാൾ ഉയർത്തിക്കൊണ്ട് ഭദ്രൻ ശിവനോട് ചോദിച്ചു, ശിവ, ദ്രുതം അനായാസം അല്ലെങ്കിൽ സാവധാനം യാതനാപൂർണം, ഇതിൽ ഏതു വേണം? അതായത് പെട്ടെന്നുള്ള മരണം വേണോ അതോ യാതനാപൂർണമുള്ള മരണം വേണോ എന്നാണ് ഭദ്രൻ ഉദ്ദേശിച്ചത്. ശിവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ നന്ദി ശിവനടുത്തേക്ക് വന്നു. പ്രഭോ, ഇത് തെറ്റാണ്. അവർ കരുണയ്ക്കായി യാചിക്കുകയാണ്. അവരെ കൊല്ലുന്നത് യുദ്ധനിയമങ്ങൾക്കെതിരാണ്. ശിവൻ അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് പ്രകൃതികളെ അറിയില്ല. അവർ നീചന്മാരാണ്. ഒന്നും നേടാനില്ലെങ്കിൽ പോലും അവർ നമ്മളെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് ഇതെന്നേക്കുമായി അവസാനിപ്പിക്കണം.
നന്ദി പറഞ്ഞു. അത് അവസാനിക്കുകയാണ്. നിങ്ങളിനി ഇവിടെ താമസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഉടനെ മെലൂഹയിൽ എത്തിച്ചേരും. ശിവൻ ഒന്നും മിണ്ടാതെ നിന്നു. നന്ദി തുടർന്നു. ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്നത് നിങ്ങളുടെ ഇഷ്ടം. അത് ഇതുപോലെ തന്നെയാണോ അതോ വ്യത്യസ്തമായ രീതിയിലാണോ? ശിവൻ ഒന്നും മനസ്സിലാവാതെ നന്ദിയെ നോക്കി. നിങ്ങൾ കൂടുതൽ നല്ലവരാണെന്ന് പ്രകൃതികളെ ബോധിപ്പിച്ചുകൂടെ? കുറച്ചു നേരം ശിവൻ നന്ദി പറഞ്ഞതെല്ലാം ആലോചിച്ചു. നിയോഗം, മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള അവസരം. അയാൾ ഭദ്രനു നേരെ തിരിഞ്ഞു. അവരെ നിരായുധരാക്കുക. അവരുടെ പക്കലുള്ള സാധനങ്ങളെല്ലാം എടുത്ത ശേഷം അവരെ മോചിപ്പിക്കുക. ശിവന്റെ ആ തീരുമാനം ഭദ്രന് പുതിയതായിരുന്നു. പക്ഷേ ഉടൻ തന്നെ അയാൾ ആ ഉത്തരവ് നടപ്പാക്കി. നന്ദി പ്രതീക്ഷയോടെ ശിവനെ നോക്കി. ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ശിവന് ഹൃദയമുണ്ട്, അവന് ശേഷിയുണ്ട്. ദയവ് ചെയ്ത് ഇത് അവൻ തന്നെ ആകട്ടെ. രാമഭഗവാനെ, ശ്രീരാമദേവ, അത് അവൻ തന്നെ ആകട്ടെ എന്നു ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശിവൻ താൻ പരിക്കേൽപ്പിച്ച യുവഭടന്റെ അടുത്തേക്ക് നീങ്ങി. അവന് ആദ്യമായി ഒരു പ്രകൃതിയോട് ദയവ് തോന്നി. ശിവൻ ആ യുവഭടന്റെ നെഞ്ചിൽ നിന്നും വാൾ ഊരിയെടുത്തു. എന്നിട്ട് അവൻ്റെ വേദനയ്ക്ക് വിരാമമിട്ടു. ഇന്ന് ഇവിടം വെച്ച് നിർത്തുകയാണ്. ഇതിൽ നന്ദി ശിവൻ താൻ ഉദ്ദേശിച്ച ആളാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഗുണന്മാരെ മെലൂഹയിലേക്ക് ക്ഷണിച്ചതിന് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. അതെന്താണെന്നറിയാനും കഥയുടെ ബാക്കി ഭാഗങ്ങൾ അറിയാനും കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.